ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തിരിക്കുന്നു മുംബൈ ഇന്ത്യൻസ്. GTA 20 റൺസിനാണ് MI തകർത്തുകൊണ്ട് ക്വാളിഫയർ 2-ന് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്നത്. 229 എന്ന വമ്പൻ സ്കോറായിരുന്നു മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നതും. നമ്മളൊക്കെ പറയാറില്ലേ ബിഗ് നെയിംസ് ഫോർ ബിഗ് ഗെയിംസ് എന്നുള്ളത്, അതാണ് രോഹിത് ശർമ്മ ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ടാലന്റിനും ഇന്ത്യനിന്നും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് കാണിച്ചു തന്ന പ്രകടനം. 50 പന്തുകളിൽ 9 ഫോറുകളുടെയും 4 സിക്സറുകളുടെയും സഹായത്തോടുകൂടെ 81 റൺസാണ് ഹിറ്റ്മാൻ അടിച്ചു കൂട്ടിയത്. ശരിയാണ്, ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തിന് ചില ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. തീർച്ചയായിട്ടും ആ ഒരു മിസ്റ്റേക്ക് അവർ കളി കൈവിടുന്നതിന് തുല്യമായിരുന്നു. അതാണ് പിന്നീട് നമ്മൾ കണ്ടതും. ജോണി ബെയർസ്റ്റോയാണ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ നിലവിലെ ഫോം ഒരല്പം ഡിപ്പാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ 22 പന്തുകളിൽ 213 സ്ട്രൈക്ക് റേറ്റിൽ ബെയർസ്റ്റോ അടിച്ചു കൂട്ടിയത് 47 റൺസിന്റെ ഗംഭീര ഇന്നിംഗ്സ് ആയിരുന്നു. പിന്നീട് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഒക്കെ മോശമില്ലാത്ത പ്രകടനം നടത്തി പുറത്താവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ക്യാപ്റ്റൻ ഫാന്റാസ്റ്റിക് ഹാർദിക് പാണ്ഡ്യ അവസാനം വന്നുകൊണ്ട് 9 പന്തുകളിൽ 22 റൺസിന്റെ തകർപ്പൻ സംഭാവനയും നൽകി. അങ്ങനെ മുംബൈ ഇന്ത്യൻസ് 229 എന്ന പടുകൂറ്റൻ സ്കോർ GTക്ക് മേൽ ഉയർത്തിയെങ്കിൽ കൂടി ഗുജറാത്ത് ടൈറ്റൻസ് മറുപടി ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അബ്സല്യൂട്ട്ലി തകർപ്പൻ പ്രകടനമാണ് സായ് സുദർശൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീസണിലുടനീളം അദ്ദേഹം നടത്തിയിട്ടുള്ള ഗംഭീര പ്രകടനം നമ്മൾ കണ്ടറിഞ്ഞതുമാണ്. ഈ ഒരു മത്സരത്തിലും അതിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. മത്സരത്തിലെ 7ാം ഓവറിന്റെ അവസാനത്തെ 2 പന്തുകളും ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ട് സായ് സുദർശൻ 28 പന്തുകളിൽ തന്റെ 50 തികയ്ക്കുന്നു. 9.3 ഓവറിൽ ഗുജറാത്ത് ടൈറ്റൻസ് 100 റൺസും കടക്കുകയായിരുന്നു. ഇന്നിംഗ്സിന്റെ ആദ്യ പകുതി പൂർത്തിയാകുമ്പോൾ GT 2 വിക്കറ്റ് നഷ്ടത്തിൽ 106 റൺസ് എന്ന മികച്ച നിലയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സായ് സുദർശനും വാഷിംഗ്ടൺ സുന്ദറും ഗംഭീര പ്രകടനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച. സുന്ദറിന്റെ പ്രകടനവും കാണാതെ പോകരുത്. വാഷിംഗ്ടൺ സുന്ദറൊക്കെ ഗംഭീര സ്ട്രൈക്ക് റേറ്റിൽ പൊളിച്ചെടുക്കുകയായിരുന്നു എന്നേ. പക്ഷേ പിന്നീട് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 14ാമത്തെ ഓവറിൽ തന്റെ വജ്രായുധത്തെ ഉപയോഗിക്കുന്നു. ജസ്പ്രീത് ബുംറയെ കൊണ്ടുവരുന്നു. ആ ഒരു നീക്കം ഫലം കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബുംറ ആ ഒരു ഓവറിൽ വാഷിംഗ്ടൺ സുന്ദറിന്റെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ജസ്പ്രീത് ബുംറ എന്ന ഗോട്ട് ആ ഒരു സമയത്ത് രക്ഷകനായി അവതരിക്കുകയായിരുന്നു. മുംബൈക്ക് വേണ്ടി അശ്വിനി കുമാറും അതേപോലെ ഗ്ലീസണും ഒക്കെ മോശമില്ലാത്ത രീതിയിൽ തന്നെ ബോൾ ചെയ്തിട്ടുമുണ്ട്. ഇനി മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ 2-ൽ പഞ്ചാബ് കിങ്സിനെ നേരിടും. ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഏതായാലും അവരായിരിക്കും RCBയുമായിട്ട് ഫൈനലിൽ കളിക്കാൻ പോകുന്നതും. കാത്തിരിക്കാം PBKs വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള ഗംഭീര മത്സരത്തിന് വേണ്ടി. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.